ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ആർച്ചസിൻ്റെ നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആർച്ചസിൻ്റെ നോട്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ നിങ്ങളെല്ലാവരും ആർച്ചസിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനി ആ നോട്ട്സ് തുറന്ന് വെച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ തരുന്ന ക്ലാസ്സുകളൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ നോട്ട്സ് എഴുതിയെടുത്തതിന് ശേഷം മറ്റേത് നിങ്ങളാകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ട് കുട്ടികൾ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോട്ട്സ് എഴുതിയതിന് ശേഷം ഇനി എല്ലാ ഫോമിലും നോട്ട്സ് എഴുതിയതിന് ശേഷം ഈ വീഡിയോസ് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ കുറേ കൂടി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് തന്ന നോട്ട്സ് പ്രകാരം ആർച്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ തന്നത് അല്ലേ. എന്താണ് ആർച്ചസ് എന്ന് പറയുന്നത് അല്ലേ? ആർച്ചുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് നമ്മൾ ആർച്ചസ് എന്ന് പറയുന്നത് അല്ലേ. ഇതുപോലെ തന്നെയുള്ള ഷേപ്പിൽ നമ്മൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കിനാണ് നമ്മൾ ഓപ്പണിങ്സിനെ അല്ലേ, കൺസ്ട്രക്ഷൻ വർക്കിൽ ചെയ്യുന്ന ഓപ്പണിങ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഈ ഷേപ്പിൽ വരുന്ന ഓപ്പണിങ്സിനാണ് നമ്മൾ ആർച്ച് ഓപ്പണിങ്സ് അല്ലെങ്കിൽ ആർച്ചസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ആർച്ചസ് എന്ന് പറയുന്നത് അല്ലേ? An arch is a structure constructed to the wedge shape unit bricks അല്ലേ. എന്താണ് ഈ വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് ബ്രിക്സ് എന്ന് പറയുന്നത്? നോക്കൂ, ആർച്ച് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഷേപ്പിലുള്ള ബ്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മേസൺറി വർക്ക് കല്ലുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കല്ലുകളിൽ ഉള്ള ഒരു ഷേപ്പ് കണ്ടോ, നമ്മൾ ആപ്പ് അല്ലെങ്കിൽ പൂള് എന്നൊക്കെ പറയാറില്ലേ അല്ലേ. ഏതെങ്കിലും ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആശാരിമാർ യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പിനെ അല്ലേ, ആ ഷേപ്പ് വെഡ്ജ്. ഓക്കെ, ഈ ഷേപ്പിനാണ് നമ്മൾ എന്താ പറയുന്നത്, താഴെ ഭാഗം ചെറുതും മോൾ ഭാഗം വലുതും ആയിട്ടുള്ള ഈ ഷേപ്പിനാണ് നമ്മൾ എന്താ പറയുന്നത്, വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ആർച്ച് ഈസ് എ സ്ട്രക്ചർ അല്ലേ. ആർച്ച് എന്ന് പറയുന്നത് സ്ട്രക്ചറാണ് കൺസ്ട്രക്റ്റഡ് ഓഫ് എ വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് ബ്രിക്സ് ജോയിൻറ്റഡ് ടുഗദർ വിത്ത് മോട്ടാർ അല്ലേ. എന്ത് ഉപയോഗിച്ചിട്ട് ആണ് ജോയിൻ ചെയ്യുന്നത്? മോട്ടാർ യൂസ് ചെയ്തിട്ട് അല്ലേ. മോട്ടാർ യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് സ്പാനിങ് ആൻഡ് ഓപ്പണിംഗ് ടു സപ്പോർട്ട് ദി വെയ്റ്റ് ഓഫ് ദി വോൾ എബവ് ഇറ്റ് അല്ലേ. ഇതിൻ്റെ മുകളിലുള്ള വെയ്റ്റ്, ഇതിൻ്റെ മുകളിൽ വരുന്ന വോളിൻ്റെ വെയ്റ്റുകൾ ഈ നടുവിലുള്ള പിയറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ എന്താ പറയുന്നത്, ആർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്ത് നോക്കാം. എന്താ ആർച്ച് എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറയുമ്പോൾ എൻ ആർച്ച് ഈസ് എ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഓഫ് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ് ബ്രിക്ക് അല്ലേ. വെഡ്ജ് ഷേപ്പുകളായിട്ടുള്ള ബ്രിക്കുകൾ ഉപയോഗിച്ചിട്ട് മോട്ടാർ കൊണ്ട് ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ എന്താ പറയുന്നത്, ആർച്ച് എന്ന് പറയുന്നത് അല്ലേ. സ്പാനിങ് ആൻഡ് ഓപ്പണിംഗ് ടു സപ്പോർട്ട് ദി വെയ്റ്റ് ഓഫ് ദ വോൾ എബവ് ഇറ്റ് അലോങ് വിത്ത് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് അല്ലേ. ഇതിൻ്റെ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡും ഇതിൻ്റെ മുകളിൽ വരുന്ന ലോഡുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ലോഡിനെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ദ വെഡ്ജ് ലൈക്ക് ഫോംസ് ദ യൂണിറ്റ് സപ്പോർട്ട് ഈച്ച് അതർ. ദി ലോഡ് ടെൻഡ്സ് to make them compact and enable them to transmit the pressure downwards to their support അല്ലേ. ഈ ആർച്ചിൻ്റെ നമ്മളെ ഈ ഷേപ്പ്, നമ്മൾ ഈ വെഡ്ജ് ഷേപ്പുകളിൽ ഡിസൈൻ ചെയ്യുന്നതിന് കൊണ്ട്, ഇത്തരം വെഡ്ജ് ഷേപ്പുകളിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് കൊണ്ട് ഇതിൻ്റെ മുകളിൽ വരുന്ന ലോഡുകളെ ഈ പ്രത്യേക ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ താഴെയുള്ള സപ്പോർട്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നമ്മൾ എന്താ പറയുന്നത്, ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. ആർച്ച് എന്ന് പറയുന്നതാണ് വെഡ്ജ് ഷേപ്പായിട്ടുള്ള ബ്രിക്സുകൾ ജോയിൻറ്റഡ് ടുഗദർ വിത്ത് മോട്ടാർ ആൻഡ് സ്പാനിങ് ആൻഡ് ഓപ്പണിംഗ് അല്ലേ. ഒരു ഓപ്പണിങ്ങിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പാൻ ചെയ്യുന്നത് അല്ലേ. ഒരു ഓപ്പണിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പാൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സപ്പോർട്ട് ദി വെയ്റ്റ് ഓഫ് ദി എബവ് വോൾ അല്ലേ. ഇതിൻ്റെ മുകളിലുള്ള വോളിൻ്റെ വെയിറ്റ് അലോങ് വിത്ത് ദി അതർ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്, അതിൻ്റെ മുകളിൽ വരുന്ന മറ്റെല്ലാ ലോഡുകളും അല്ലേ. ഡ്യൂ ടു ദി വെഡ്ജ് ലൈക്ക് ഫോംസ് ദ യൂണിറ്റ് സപ്പോർട്ട് ഈച്ച് അതർ അല്ലേ. ഈ വെഡ്ജ് ലൈക്ക് ഫോംസ് ആയതുകൊണ്ട് ഈ യൂണിറ്റ് ഒന്നിനെ മറ്റൊന്നിനെ എന്ത് ചെയ്തും സപ്പോർട്ട് ചെയ്യും. ആൻഡ് ലോഡ് ടെൻസ് ടു മേക്ക് ദം കോമ്പാക്റ്റ് അല്ലേ. ഇതിനെ കോമ്പാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള ലോഡുകൾ എന്താ ചെയ്യുന്നത്, എനാബിൾസ് ദം ടു ട്രാൻസ്മിറ്റ് അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, enable them to transmit the pressure downwards to their support. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക്
നിങ്ങളടുത്ത് ഞാൻ രണ്ടാമത്തെ ആക്ടിവിറ്റി നോട്ട്സിൽ ഞാൻ എന്താ പറയുന്നത്, ആ ഒരു പിക്ചർ എഴുതാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ പിക്ചറിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ആ പിക്ചർ എഴുതിയിട്ട് പിക്ചറിലെ എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. ഏത് പിക്ചറാണ് ഇത്? ഇതിനോട് സാമ്യമുള്ള ഒരു പിക്ചർ അല്ലായിരുന്നോ അല്ലേ? ഇതിനോട് സാമ്യമുള്ള ഒരു പിക്ചറായിരുന്നു അല്ലേ, ഏകദേശം ഈ പിക്ചറായിരുന്നു. അപ്പോൾ ഈ പിക്ചറിൻ്റെ അടിയിൽ 1 to 22 എന്ന് പറയുന്ന ഒരു ടെർമിനോളജി പോയിൻറ്റ്സ്, 22 പോയിൻറ്റ്സ്, അതിൻ്റെ ടെർമിനോളജി, ആർച്ചിൻ്റെ ടെർമിനോളജികളാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് രണ്ടാമത്തേതായിട്ട് പഠിക്കാനുള്ളത്. ഇനി എന്താണ് നമുക്ക് ആ ടെർമിനോളജി എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എഴുതിയിട്ടുള്ളത് എന്താണ്? ഇൻട്രാഡോസ് അല്ലേ. എന്താണ് ഈ ഇൻട്രാഡോസ്? ഇവിടെ കാണാൻ പറ്റും ഇൻട്രാഡോസ് അല്ലേ. എന്താണ് അതിൽ എഴുതിയത് നിങ്ങൾ? ദ ഇന്നർ കർവ് ഓഫ് ദി ആർച്ച്, ആർച്ചിൻ്റെ ഈ ഉൾഭാഗത്തിൻ്റെ കർവിനെ പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാഡോസ് എന്ന് പറയുന്നത് അല്ലേ. ഇൻട്രാഡോസ് നമ്മൾ ആർച്ചിൻ്റെ ഈ ഇൻസൈഡ് കർവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാഡോസ് എന്ന് പറയുന്നത് അല്ലേ. ആർച്ചിൻ്റെ കണ്ടോ, ഈ ഇൻട്രാഡോസ് നമ്മൾ ആരോ ചെയ്യുന്നത് കണ്ടോ, ഈ ഇൻസൈഡ് കർവിനാണ് നമ്മൾ ഇൻട്രാഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാഡോസ് എന്ന് പറയുമ്പോൾ എന്താവും? ആർച്ചിൻ്റെ ഔട്ടർ കർവിന്, ഈ പുറത്തു കൂടെയുള്ള ഈ കർവിനാണ് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഔട്ടർ കവർ ഓഫ് എൻ ആർച്ച്. ഇറ്റ് ഈസ് എ ഔട്ടർ കവർ ഓഫ് എൻ ആർച്ച്. എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഔട്ടർ കവർ ഓഫ് എൻ ആർച്ച് അല്ലേ. ഇനി നമുക്ക് എന്താ ഉള്ളത്? അടുത്തത് ഞാൻ വൗസോയിസ് അല്ലേ. വൗസോയിസ് എന്താ? വൗസോയിസ് എന്ന് പറയുന്നത് നമ്മളെ ഇത് നോക്കാം അല്ലേ. വൗസോയിസ് എന്താണ് എഴുതിയത്? വൗസോയിസിൻ്റെ വൗസോയറിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വൈസോയറിൻ്റെ ദീസ് ആർ ദി വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് ഓഫ് മേസൺറി ഫോമിങ് എൻ ആർച്ച്. ഈ വെഡ്ജ് ഷേപ്പിലുള്ള ഈ മേസൺറിനെ പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? വൗസോയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ വെഡ്ജ് ഷേപ്പിൽ വരുന്ന ഈ കല്ലുകളെയാണ് നമ്മൾ വൗസോയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6 അല്ലെ 12 വൗസോയർ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ആർച്ച് ഡിസൈൻ ചെയ്യുന്നത്. ആ വെഡ്ജ് ഷേപ്പായിട്ട് ചെയ്യുന്ന ആ കല്ലുകളാണ് നമ്മൾ എന്താ പറയുന്നത്? വൗസോയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ നമ്മൾ പറയുന്നത്? ക്രൗൺ അല്ലേ. ക്രൗൺ എന്താ? നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത് എന്താ? ദി ഹയ്യസ്റ്റ് പാർട്ട് ഓഫ് ദി എക്സ്ട്രാഡോസ്. ഇതാണല്ലോ നമ്മൾ എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്. ഔട്ടർ സർഫേസിനാണല്ലോ എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർച്ചിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം, ദി ഹയ്യസ്റ്റ് പോയിന്റ് അല്ലേ, ദി ഹയ്യസ്റ്റ് പോയിന്റ് ഓഫ് ദി എക്സ്ട്രാഡോസ്, എക്സ്ട്രാഡോസിലെ ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രൗൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ആർച്ചിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹയ്യസ്റ്റ് പോയിന്റാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രൗൺ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ മുകളിൽ വരുന്ന കീ സ്റ്റോൺ, കീ അല്ലെങ്കിൽ അടുത്തത് കീ സ്റ്റോൺ. ഇറ്റ് ഈസ് എ വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് ഫിക്സ്ഡ് അറ്റ് ദി ക്രൗൺ ഓഫ് ദി ആർച്ച്. അതായത് ഏറ്റവും ടോപ്പ് ഹൈറ്റ് കൂടിയ ഭാഗത്ത് വെക്കുന്ന വെഡ്ജ് ഷേപ്പായിട്ടുള്ള ഈ കല്ലിനാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാര്യമാണുള്ളത്. ഒന്ന് ക്രൗണും കീ സ്റ്റോണും. അപ്പോൾ ക്രൗൺ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രാഡോസിലുള്ള ഹയ്യസ്റ്റ് പോയിന്റിനാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രൗൺ എന്ന് പറയുന്നത് അല്ലേ. ഈ ഉയരത്തിനായിരിക്കും നമ്മൾ എന്ത് പറയാൻ പറ്റുക? ഈ ഹൈറ്റിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഹയ്യസ്റ്റ് പോയിന്റിനാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രൗൺ എന്ന് പറയുന്നത്. ഇനി കീ സ്റ്റോൺ എന്ന് പറയുന്നതിന് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് ഫിക്സ്ഡ് അറ്റ് ദി ക്രൗൺ ഓഫ് ദി ആർച്ച്. ആ ഹയ്യസ്റ്റ് പോയിന്റിൽ വെക്കുന്ന വെഡ്ജ് ഷേപ്പ് യൂണിറ്റിനാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രൗൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമുക്ക് സ്ക്യൂ ബാക്ക് ഉണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? സ്ക്യൂ ബാക്ക് അല്ലേ. സ്ക്യൂ ബാക്ക്, ദിസ് ഈസ് ദ ഇൻക്ലൈൻഡ് ഓർ സ്പ്ലേഡ് സർഫേസ് ഓഫ് ദി അബട്ട്മെൻറ്റ് അല്ലേ. ഈ ഇൻക്ലൈൻഡ് ഇവിടെ കണ്ടോ? ഈ ഇൻക്ലൈൻഡ്, ഈ ഒരു ഇൻക്ലൈൻഡ് ഭാഗം അല്ലേ, ഇൻക്ലൈൻഡ് ഓർ സ്പ്ലേഡ് സർഫേസ് ഓഫ് ദി അബട്ട്മെൻറ്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു റിസീവ് ദി ആർച്ച് ആൻഡ് ഫ്രം വിച്ച് ദി ആർച്ച് സ്പ്രിങ്സ്. ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ ആർച്ചിനെ റിസീവ് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന ഈ ഇൻക്ലൈൻഡ് പോർഷൻ, അല്ലെങ്കിൽ വേർ ദി ആർച്ച് സ്പ്രിങ്, ആർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിന്, ഈ ഇൻക്ലൈൻഡ് പോയിന്റിനാണ് നമ്മൾ എന്താ പറയുന്നത്? സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് അല്ലേ. എന്താ നമ്മൾ പറയുന്നത്? ദിസ് ഇസ് ദ ഇൻക്ലൈൻഡ് ഓർ
സ്പ്ലേഡ് സർഫേസ് ഓഫ് ദി അബട്ട്മെൻറ്റ് അല്ലേ. ഈ പോർഷനാണ് നമ്മൾ എന്താ പറയുന്നത് അബട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് എൻഡിനാണ് നമ്മൾ എന്താ പറയുന്നത് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് എൻഡിനാണ് നമ്മൾ അബട്ട്മെൻറ്റ്. അപ്പോൾ ഈ അബട്ട്മെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ആർച്ച് റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പ്രിങ് ചെയ്യുന്ന ഈ ഇൻക്ലൈൻഡ് പോർഷനിൽ കൊടുക്കുന്ന ഇൻക്ലൈൻഡ് പോർഷൻ ആയിട്ടുള്ള ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്താണ് സ്ക്യൂ ബാക്ക്. ദിസ് ഈസ് ദ ഇൻക്ലൈൻഡ് ഓർ സ്പ്ലേഡ് സർഫേസ് ഓൺ ദി അബട്ട്മെൻറ്റിൻ്റെ മുകളിൽ വരുന്ന അല്ലേ, വിച്ച് ഈസ് സോ പ്രിപ്പയർഡ് ടു റിസീവ് ദി ആർച്ച് ആൻഡ് ഫ്രം വിച്ച് ദി ആർച്ച് സ്പ്രിങ്സ്. അപ്പോൾ ആ ഭാഗത്തിനാണ് നമ്മൾ എന്താ പറയുന്നത് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ ഉള്ളത് സ്പ്രിങ്ങിങ് പോയിന്റ് അല്ലേ. എന്താ നമുക്ക് സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. സ്പ്രിങ്ങിങ് പോയിന്റ് എന്താ നമ്മളത് സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത് ദീസ് ആർ ദി പോയിന്റ് ഫ്രം വിച്ച് ദി കർവ് ഓഫ് ദി ആർച്ച് സ്പ്രിങ് അല്ലേ. സ്പ്രിങ്ങിങ് പോയിന്റ് അല്ലേ, നമ്മൾ ഈ ആർച്ചിൻ്റെ സ്പ്രിങ്ങിങ് ലൈന് സ്പ്രിങ്ങിങ് പോയിന്റ്സ് നമ്മൾ ഈ ആർച്ചിൻ്റെ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്താ പറയുന്നത് ദീസ് ആർ ദി പോയിന്റ് ഫ്രം വിച്ച് ദി കർവ് ഓഫ് ദി ആർച്ച് സ്പ്രിങ്. ഇതിൻ്റെ ആർച്ചിൻ്റെ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ എന്നത് സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പ്രിങ്ങിങ് ലൈൻ അല്ലേ. എന്താ നമ്മൾ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഇമാജിനറി ലൈൻ ജോയിനിങ് ദി സ്പ്രിങ്ങിങ് പോയിന്റ്സ് ഓഫ് ഐദർ എൻഡ് അല്ലേ. ഈ എൻഡും ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും. ആ ലൈനാണ് നമ്മൾ എന്താ പറയുന്നത് സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ ഈ രണ്ട് പോയിന്റിനാണ് നമ്മൾ എന്താ പറയുന്നത് സ്പ്രിങ്ങിങ് പോയിന്റ്. നമ്മളെ ദീസ് ആർ ദി പോയിന്റ്സ് ഫ്രം വിച്ച് ദി ആർച്ച് കർവ് സ്പ്രിങ്സ്. ആർച്ച് കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റിനാണ് നമ്മൾ സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് നമ്മൾ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് ഈ രണ്ട് സ്പ്രിങ്ങിങ് ലൈൻ കണ്ടോ. ഇവിടുന്ന് നമ്മളുള്ള ഈ രണ്ട് ലൈനാണ് നമ്മൾ എന്താ പറയുന്നത് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇമാജിനറി ലൈനാണ് നമ്മൾ എന്താ പറയുന്നത് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രിങ്ങിങ് ലൈൻ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ് നമ്മൾ എന്താ പറയുന്നത് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് എന്താ ഉള്ളത് പിയർ അല്ലേ. നമുക്ക് എബട്ട്മെൻറ്റ് എന്താണെന്നുള്ളത് 12ാമത്തത് നമ്മൾ പറഞ്ഞത് നമുക്ക് എബട്ട്മെൻറ്റ് എന്താണെന്നുള്ളത് അല്ലേ. എന്താണ് എബട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ എബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആർച്ചിൻ്റെ രണ്ട് എൻഡിലുള്ള ഈ ആർച്ച് വന്ന് റിസീവ് ചെയ്യുന്ന രണ്ട് സപ്പോർട്ട്സിനാണ് നമ്മൾ എന്താ പറയുന്നത് എബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ എൻഡ് സപ്പോർട്ട് ഓഫ് ദി ആർച്ച്. എബട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആർച്ചിൻ്റെ എൻഡ് സപ്പോർട്ടിനാണ് നമ്മൾ എന്താ പറയുന്നത് എബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ പോർഷനും കണ്ടോ ആർച്ചിൻ്റെ എൻഡ് സപ്പോർട്ടിനാണ് നമ്മൾ എന്താ പറയുന്നത് എബട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 13ാമത്തത് നമ്മൾ എഴുതിയിട്ടുണ്ടാവും പിയർ അല്ലേ. എന്താ പിയർ എന്ന് പറയുന്നത് ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് പിയർ എന്താണെന്നുള്ളത്. എന്താ ദിസ് ഇസ് ദ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ച് അല്ലേ. ഈ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സിൽ വരുമ്പോൾ ആണ് നമ്മൾ ഇതാണ് ഇപ്പോൾ എബട്ട്മെൻറ്റ്. ഇവിടെയോ ആണ് എബട്ട്മെൻറ്റ് ഉള്ളത്. ദി ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സിനാണ് നമ്മൾ എന്താ പറയുന്നത് പിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സിനാണ് നമ്മൾ എന്താ പറയുന്നത് പിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്പാൻ അല്ലേ. എന്താ സ്പാൻ എന്ന് പറയുന്നത് രണ്ട് എബട്ട്മെൻറ്റിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്താ പറയുന്നത് സ്പാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ കുറേ കോളംസ് ഉണ്ടാവാറുണ്ട് അല്ലേ. കുറേ വലിയ കോളംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ രണ്ട് കോളത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് എബട്ട്മെൻറ്റിൻ്റെ നടുവിൽ ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്താ പറയുന്നത് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താ ഒരു ആർച്ച് ഉണ്ടെങ്കിൽ ആർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുക ഇതിൻ്റെ സ്പാൻ എത്ര എന്നുള്ളതാണ് ചോദിക്കുക. അതായത് രണ്ട് എബട്ട്മെൻറ്റിൻ്റെ ഇടയിലുള്ള വീതി എത്ര എന്നുള്ള ചോദിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയുന്നത് റൈസ്. ഓക്കെ, റൈസ് ഇറ്റ് ഈസ് ദ ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി highest point of the intrados and the springing line. ഇതാണല്ലോ നമ്മൾ ഇൻട്രാഡോസ് എന്ന് പറയുന്നത്. ഈ ആർച്ചിൻ്റെ ഇന്നർ കർവിനാണല്ലോ നമ്മൾ ഇൻട്രാഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർച്ചിൻ്റെ ഇന്നർ കർവിന് ഇൻട്രാഡോസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻട്രാഡോസിൻ്റെ ഹയസ്റ്റ് പോയിന്റ്. സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് ഈ പോയിന്റിലേക്കാണ് നമ്മൾ എന്താ പറയുന്നത് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഇമാജിനറി ലൈനിൽ നിന്ന് ഇൻട്രാഡോസിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്തേക്കുള്ള ഈ ഉയരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. കേട്ടോ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എവിടെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ, എവിടെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്? ബിറ്റ്വീൻ ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രാഡോസ് ആൻഡ് ദ സ്പ്രിങ്ങിങ് ലൈൻ. ബിറ്റ്വീൻ ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ഇൻട്രാഡോസ് ആൻഡ് സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിങ്ങിങ് ലൈനിൻ്റെ ഇടയിൽ നിന്നും ഇൻട്രാഡോസിൻ്റെ നടുവിലും വരുന്ന ഹയസ്റ്റ് ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്താ പറയുന്നത്, റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ടല്ലോ അല്ലേ. ഡെപ്ത്, എന്താ ഡെപ്ത്? ഈ ആർച്ചിൻ്റെ അല്ലേ ഡെപ്ത് എന്ന് പറയുന്നത് ഡെപ്ത് ഓർ ഹൈറ്റ്, ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇൻട്രാഡോസ് ആൻഡ് എക്സ്ട്രാഡോസ്. ഇൻട്രാഡോസും എക്സ്ട്രാഡോസിൻ്റെ എടുക്കുന്ന ഈ പെർപെൻഡിക്കുലറായിട്ട് ഇതിനെ പാരലായിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡെപ്ത് എന്താണെന്ന് പഠിച്ചു. എക്സ്ട്രാഡോസ്, ഔട്ടർ കർവിനാണ് നമ്മൾ എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്, ഇന്നർ കർവിനെ നമ്മൾ ഇൻട്രാഡോസ് എന്നും, എക്സ്ട്രാഡോസിൻ്റെ ഹയസ്റ്റ് പോയിന്റിനെ നമ്മൾ ക്രൗൺ എന്നും, ഈ ക്രൗണിൽ കൊടുക്കുന്ന വെഡ്ജ് ഷേപ്പായിട്ടുള്ള ഈ കല്ലിനെ കീ സ്റ്റോൺ എന്നും, രണ്ട് ഭാഗത്ത് വരുന്ന എൻഡ് സപ്പോർട്ട്സിനെ നമ്മൾ എബട്ട്മെൻ്റ് എന്നും, ഈ രണ്ട് എബട്ട്മെൻറ്റിന് നടുവിൽ വരുന്ന ഈ പോർഷൻ നമ്മൾ സ്പാൻ എന്നും, സ്പ്രിങ്ങിങ് പോയിൻറ്റ്സ് എന്നും, ഈ രണ്ട് എൻഡുകളെ മീറ്റ് ചെയ്യുന്ന ഇമാജിനറി ലൈനിനെ സ്പ്രിങ്ങിങ് ലൈൻ എന്നും, സ്പ്രിങ്ങിങ് ലൈനിൽ നിന്ന് ഇൻട്രാഡോസിലേക്ക് എടുക്കുന്ന ഈ ഹൈറ്റിനെ റൈസ് എന്നും നമ്മൾ പഠിച്ചെടുത്തു അല്ലേ. ഇവിടെ നോക്കാം, ഇവിടെ കുറേ കൂടി ഈസി ആയിട്ട് അതേ ഫിഗറിൽ തന്നെ കാണിച്ചത് കണ്ടോ. ഇവിടുന്ന് നമ്മൾ ഒരു ഇമാജിനറി ലൈൻ എടുത്താൽ റൈസ് കിട്ടി, ഇൻട്രാഡോസ് കിട്ടി, സ്പാൻ കിട്ടി. ഓക്കെ, സ്പ്രിങ്ങിങ് ലൈൻ, എബട്ട്മെൻറ്റ്. ഓക്കെ, അതിനെ ഞാൻ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻസിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ വൗസോയറും അല്ലെങ്കിൽ സെൻറ്റർ പോയിൻറ്റും എല്ലാം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആർച്ചിൻ്റെ നമ്മൾ തന്ന നോട്ട്സിൻ്റെ ഡെഫിനിഷൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തത് നമുക്ക് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച്. ആർച്ചുകൾ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ഷേപ്പ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി ഷേപ്പ്, ആർച്ചുകളെ ഷേപ്പിനെ ആധാരമാക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾ കാണുന്നത്. ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, ഹോസ് ഷൂ ആർച്ച്, പോയിൻറ്റഡ് ആർച്ച്, വെനീഷ്യൻ ആർച്ച്, ഫ്ലോറന്റൈൻ ആർച്ച്, റിലീവിങ് ആർച്ച്, സ്ലിറ്റഡ് ആർച്ച് അല്ലേ. ഇത്രയാണ് ആർച്ചുകളെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടെർമിനോളജി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് എഴുതേണ്ടത് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ചസ്. അതിലൂടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഷേപ്പ്. അപ്പോൾ ആർച്ചുകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് അക്കോർഡിംഗ് ടു ഷേപ്പും, മറ്റതൊന്ന് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സെൻറ്റേഴ്സ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സെൻറ്റേഴ്സ്, 1 സെൻറ്റർ, 2 സെൻറ്റർ, 3 സെൻറ്റർ, 4 സെൻറ്റർ, 5 സെൻറ്റർ. അപ്പോൾ ആർച്ചുകൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക് പറയാൻ പറ്റണം. ആർച്ചുകൾ ഒന്നല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഷേപ്പുകളെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് സെൻറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് അല്ലേ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ആർച്ചുകൾ ഷേപ്പുകളെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, നോക്കൂ, ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. ഇത് ഷേപ്പുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഷേപ്പുകളെ ബേസ് ചെയ്തിട്ട് സെമി സർക്കുലർ കണ്ടോ. ഫസ്റ്റ് ആർച്ചാണ് നമുക്കുള്ള ഒരു ആർച്ചാണ് നമ്മൾ സെമി സർക്കുലർ ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സ്ലിറ്റഡ് ആർച്ച്, ഹോസ് ഷൂ ആർച്ച് അല്ലേ, കുതിരൻ്റെ കാല് പോലെയുള്ള ഒരു ഹോസ് ഷൂ ആർച്ച്, ഇക്വലേറ്ററൽ ആർച്ച്, ഐസോസ്ലെസ് ആർച്ച്, വെനീഷ്യൻ ആർച്ച്, ഫ്ലോറന്റൈൻ ആർച്ച്. അപ്പോൾ ഇത്രയും ആർച്ചുകൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്, ഷേപ്പുകളെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഇനി താഴെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓക്കെ 4 സെൻറ്റർ ആർച്ച്. ഈ ആർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സെൻറ്റേഴ്സ് ഉണ്ട്, ഒന്ന് ഇവിടെ കണ്ടോ, 4 സെൻറ്റർ. ഒരു ആക്സിസ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത്, 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 അപ്പോൾ 4 സെൻറ്റർ ആർച്ച്.
3 സെൻറ്റർ ആർച്ച്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഫ്ലാറ്റ് ആർച്ച് അല്ലേ, ഫ്ലാറ്റ് ആർച്ച്. അപ്പോൾ ഞാൻ നമുക്കൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് വരാം. ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് ഷേപ്സ് വരുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഫ്ലാറ്റ് ആർച്ച്. ഫ്ലാറ്റ് ആർച്ച് ഈസ് usually the angle formed by skew backs as 60 degree with the horizontal, thus forming an equilateral triangle with intrados as base. The intrados is apparently flat. ഇതിൻ്റെ ഇൻട്രാഡോസ്, ഈ ആർച്ചിൻ്റെ ഇൻസൈഡ് ഭാഗത്തിനാണല്ലോ നമ്മൾ ഇൻട്രാഡോസ് എന്ന് പറയുന്നത്. കണ്ടോ, അത് എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കും. ഈ സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയിൽ നമ്മൾ ചെയ്ത് 60 ഡിഗ്രിയിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഫ്ലാറ്റ് ആർച്ച് ഹാസ് യൂഷ്വലി ദി ആംഗിൾ ഫോംഡ് ബൈ ദി സ്ക്യൂ ബാക്ക്. ഈ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു, ആർച്ച് റിസീവ് ചെയ്യുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്യൂ ബാക്ക് എന്ന ഭാഗത്ത് നമ്മൾ 60 ഡിഗ്രിയിൽ ഡിസൈൻ ആംഗിൾ വെച്ചിട്ട് ഈ ഇൻട്രാഡോസിനെ ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്യുന്ന ആർച്ചുകളാണ് നമ്മളെന്ന് പറയുന്നത് ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത്. സെഗ്മെൻ്റൽ ആർച്ച്, ദിസ് ഇസ് എ കോമൺ ടൈപ്പ് ഓഫ് ആർച്ച് യൂസ്ഡ് ഫോർ ബിൽഡിംഗ്. ദി സെൻറ്റർ ഓഫ് ദി ആർച്ച് ലൈസ് ബിലോ ദി സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈനിൽ നിന്ന് ഈ ലൈനിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്നതിനാണല്ലോ നമുക്ക് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് അല്ലേ, ദിസ് ദി കോമൺ ടൈപ്പ് ഓഫ് ദി ആർച്ച്. ദി സെൻറ്റർ ഓഫ് ദി ആർച്ച്, ഈ ആർച്ചിൻ്റെ സെൻറ്റർ എവിടെയാണുള്ളത്? സ്പ്രിങ്ങിങ് ലൈനിൻ്റെ താഴത്തായിരിക്കും, അതായത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ. എങ്ങനെ കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് പോയിന്റ് കിട്ടുക. അപ്പോൾ സ്പ്രിങ്ങിങ് ലൈനിൻ്റെ താഴത്ത് നമുക്ക് 60 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ദിസ് ഇസ് ദി കോമൺ ടൈപ്പ് ഓഫ് ആർച്ച് യൂസ്ഡ് ഫോർ ബിൽഡിംഗ്. ദി സെൻറ്റർ ഓഫ് ദി ആർച്ച് ലൈസ് ബിലോ ദി സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിങ്ങിങ് ലൈനിൻ്റെ താഴത്ത് നമ്മൾ ഡിസൈൻ കിട്ടുന്ന ആർച്ചുകളാണ് നമ്മൾ പറയുന്നത് സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് നമ്മളത് സെമി സർക്കുലർ ആർച്ചാണ് അല്ലേ, ഒരു സർക്കിളിൻ്റെ പകുതി അല്ലേ. അപ്പോൾ സ്പ്രിങ്ങിങ് പോയിന്റിൻ്റെ മുകളിൽ വെച്ചിട്ട് വരച്ചാൽ മതി നമുക്ക് അല്ലേ. ഇതിൻ്റെ ഈ ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ലൈൻ വരച്ച് നേരെ സെൻറ്റർ കണ്ട് ആ സെൻറ്ററിൽ നമ്മൾ വെച്ചിട്ട് വരയ്ക്കുമ്പോഴല്ലേ സെമി സർക്കിൾ ആവാം അല്ലേ. ഫുള്ളായിട്ട് വരയ്ക്കുക നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് സെമി സർക്കിൾ വെക്കുക. ദിസ് ഇസ് ദി മോഡിഫിക്കേഷൻ ഓഫ് സെഗ്മെൻ്റൽ ആർച്ച് in which the center lies on the സ്പ്രിങ്ങിങ് ലൈൻ അല്ലേ. ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ് നമുക്ക് ഉണ്ടാവുക? ഈ സ്പ്രിങ്ങിങ് ലൈനിൻ്റെ മുകളിലാണ്. സെഗ്മെൻ്റൽ ആർച്ച് വരയ്ക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുക? ഇവിടുന്ന് നമ്മൾ 60 ഡിഗ്രി ഇവിടുന്ന് 60 ഡിഗ്രി വെച്ചിട്ട് സ്പ്രിങ്ങിങ് ലൈനിൻ്റെ താഴത്തു നിന്ന് വരയ്ക്കുന്ന ആർച്ചുകളാണ് നമ്മളെന്ന് പറയുന്നത് സെഗ്മെൻ്റൽ ആർച്ച് എന്നുള്ളതും. സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആർച്ചിനാണ് നമ്മളെന്ന് പറയുന്നത് സെമി സർക്കുലർ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സെഗ്മെൻ്റൽ ആർച്ചിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആർച്ചിനാണ് നമ്മളെന്ന് പറയുന്നത് സെമി സർക്കുലർ ആർച്ച് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ സ്പ്രിങ്ങിങ് ലൈനിൻ്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളത് നമ്മളത് ഹോസ് ഷൂ ആർച്ചാണ്. ദി ആർച്ച് ഹാസ് ഷേപ്പ് ഓഫ് ഹോസ് ഷൂ ഇൻകോർപ്പറേറ്റിംഗ് മോർ ദാൻ എ സെമി സർക്കിൾ അല്ലേ. ഒരു സെമി സർക്കിളിനെക്കാട്ട് കൂടുതലായിട്ടുള്ള ഒരു ആർച്ചിന്, ഒരു ഹോസ് ഷൂനെ, സച്ച് ടൈപ്പ് ഓഫ് ആർച്ച് ഈസ് പ്രൊവൈഡഡ് മെയിൻലി ഫ്രം ആർക്കിടെക്ചറൽ കൺസിഡറേഷൻ അല്ലേ. ഒരു ആർക്കിടെക്ചറൽ കൺസിഡറേഷനിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഉണ്ടോ, ഒരു സെമി സർക്കിളിനെക്കാട്ടും കൂടുതലായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഫുള്ളായിട്ട് വരച്ച സർക്കിളായി. അപ്പോൾ സെമി സർക്കിളിനെക്കാട്ടും കൂടുതലായിട്ട് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ ആർച്ചിനെ ആണ് നമ്മൾ പറയുന്നത് ഹോസ് ഷൂ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ് ഷൂ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇക്വലേറ്ററൽ ആർച്ച്. ഓക്കെ, ഇക്വലേറ്ററൽ ആർച്ച് എന്ന് പറയുമ്പോൾ എന്താ ഉള്ളത്? ഇക്വലേറ്റർ ആർച്ച് അല്ലേ, ഇക്വലേറ്ററൽ ആർച്ച് ഇത് നോക്കൂ. ഓക്കെ, ഇക്വലേറ്ററിലുണ്ട് ഇവിടെ ഐസോസ്ലെസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഈ ഇക്വലേറ്ററിലും ഐസോസ്ലെസിൻ്റെ ആർച്ചിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത് നോക്കാം നമുക്ക്.
ഓക്കെ, നോക്കൂ, ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇക്വലേറ്ററൽ ആർച്ച് എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ആംഗിൾ ആയിരിക്കും, 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതിനാണല്ലോ നമ്മൾ ഇക്വലേറ്ററൽ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് വെച്ച് കട്ട് ചെയ്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വലേറ്ററൽ ആർച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പോയിന്റഡ് ആർച്ചിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പോയിന്റഡ് ആർച്ച് എന്ന് പറയുന്നത് കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത്. ദിസ് ദി അനദർ ഫോം ഓഫ് പോയിന്റഡ് ആർച്ച് which has deeper depth at crown than at springings. It has 4 center or located on the springing line. അല്ലേ, സ്പ്രിങ്ങിങ് ലൈനിൻ്റെ മുകളിൽ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന ആർച്ചിനെ രണ്ട് ഭാഗവും എന്തായിരിക്കും ഉണ്ടാവുക? സെയിം ആയിരിക്കും ഉണ്ടാവുക. രണ്ട് ഭാഗവും സെയിം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരം ആർച്ചിനാണ് നമ്മൾ എന്താ പറയുന്നത് ഈ ഐസോസ്ലസ് ആർച്ച് അല്ലെങ്കിൽ ഐസോസ്ലസ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ആർച്ചിന്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണുള്ളത്? വെനീഷ്യൻ ആർച്ച്. വെനീഷ്യൻ ആർച്ച് നോക്കൂ, സ്പ്രിങ്ങിങ് ലൈനിൻ്റെ മുകളിൽ തന്നെ 4 പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന ആർച്ചിനാണ് നമ്മൾ എന്ന് പറയുന്നത് വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പോയിന്റ് ചെയ്യുന്നുണ്ടാവുക, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതേമാതിരി O1, O2, O3, O4. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് വെനീഷ്യൻ ആർച്ച് പറയുന്നത്. ദിസ് ഈസ് ദി അനദർ ഫോം ഓഫ് ദി പോയിന്റഡ് ആർച്ച്. പോയിന്റഡ് ആർച്ചിന് മറ്റൊരു ഫോമാണ് വിച്ച് ഹാസ് ഡീപ്പർ ഡെപ്ത് അറ്റ് ക്രൗൺ. ഓക്കെ, ക്രൗണിൻ്റെ ഡെപ്ത് കണ്ടോ, ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഡെപ്തിനെക്കാട്ടും കൂടുതൽ ക്രൗണിൽ വരുന്ന ഡെപ്ത് ആയിരിക്കും വെനീഷ്യൻ ആർച്ചിൻ്റെ പ്രത്യേകത. കണ്ടോ, ഈ ഹൈറ്റിനാണല്ലോ നമ്മൾ എന്ന് പറയുന്നത് ഡെപ്ത്. അപ്പോൾ ഡീപ്പർ ഡെപ്ത്, ക്രൗണിൻ്റെ ഭാഗത്ത് ഡീപ്പർ ഡെപ്ത് ആയിട്ട് കിട്ടുന്ന ആർച്ചിനാണ് നമ്മൾ എന്ന് പറയുന്നത് വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് 4 സെൻറ്റർ ഓൾ ലൊക്കേറ്റഡ് ഓൺ ദി സ്പ്രിങ്ങിങ് ലൈൻ. അല്ലേ, എല്ലാ സെൻറ്റേഴ്സും നമുക്ക് എവിടെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്? സ്പ്രിങ്ങിങ് ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് നമുക്ക് ഫ്ലോറന്റൈൻ ആർച്ചാണ് കിട്ടുന്നത്. അല്ലേ, ദിസ് ഇസ് സിമിലർ ടു വെനീഷ്യൻ ആർച്ച് എക്സ്പെക്ട് ദാറ്റ് ഇൻട്രാഡോസ് ഈസ് സെമി സർക്കിൾ. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്താ ഉള്ളത്? ഇൻട്രാഡോസ് സെമി സർക്കിളാണ്. കണ്ടോ, ഇൻട്രാഡോസ് സെമി സർക്കിളാണ്. ഓക്കെ, expect that the intrados is semicircle. The arch has the 3 centers all located at the springing point. ഈ ആർച്ചിന് എത്ര സെൻറ്റേഴ്സ് ഉണ്ടാവും? 3 സെൻറ്റർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ സെമി സർക്കിൾ ആർച്ച് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. സെഗ്മെൻ്റൽ ആർച്ച് എന്ന് പറയുമ്പോൾ ഈ സ്പ്രിങ്ങിങ് പോയിന്റ് ഇവിടുന്ന് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഒരു സെൻറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറയുന്നത്, വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഉള്ളത്? ഇത് 4 സെൻറ്ററും ഇത് 3 സെൻറ്റേഴ്സും ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞത് ബേസ്ഡ് ഓൺ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറയുന്നത് ഈ ഷേപ്സ് നിങ്ങൾ വരച്ച് വെക്കുക. ഫ്ലോറന്റൈൻ ആർച്ച്, വെനീഷ്യൻ ആർച്ച്, ഇതൊക്കെ നിങ്ങളെ നോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ആർച്ചുകളുടെ പേരുകളും നിങ്ങൾ റെക്കോർഡിക്കലി വരച്ച് വെക്കണം. അപ്പോൾ ഫ്ലോറന്റൈൻ ആർച്ചാണ് ഞാൻ പറഞ്ഞത്. വെനീഷ്യൻ ആർച്ചും ഫ്ലോറന്റൈൻ ആർച്ചും. വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്? ദിസ് ദി അനദർ ഫോം ഓഫ് പോയിന്റഡ് ആർച്ച് വിച്ച് ഹാസ് deeper depth at crown. Okay, deeper depth at crown than at springings. Okay, it has 4 centers all located at springing line. അടുത്തത് നമുക്ക് ഫ്ലോറന്റൈൻ ആർച്ച് ആണ്. ദിസ് ഈസ് സിമിലർ ടു ദി വെനീഷ്യൻ ആർച്ച് എക്സ്പെക്ട് ദാറ്റ് ദി ഇൻട്രാഡോസ് ഇസ് സെമി സർക്കിൾ. ഈ ഉൾഭാഗം എന്താ ഉള്ളത്? ഇൻട്രാഡോസ്. ഉൾഭാഗത്തിന് ഇൻട്രാഡോസും ഔട്ടർ സൈഡിന് എക്സ്ട്രാഡോസും ആണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തിന് നമ്മൾ എന്താ ചെയ്യുന്നത്? സെമി സർക്കിളാണ്. ഈ ഭാഗം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ സെമി സർക്കിളായിട്ടും മറ്റേത് നമ്മൾ 3 പോയിൻറ്റ്സിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഹോഴ്സ് ഷൂ ആർച്ചിൻ്റെ ഇമേജ്. ഇക്വലേറ്ററൽ ആർച്ച്, ഫ്ലാറ്റ് ആർച്ച്. ഉണ്ടോ? ഇനി നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സെൻറ്റേഴ്സ്. ഉണ്ടോ, നമ്പർ ഓഫ് സെൻറ്റേഴ്സ്. അല്ലേ, ഈ ഫിഗർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അല്ലേ, നമ്പർ ഓഫ് സെൻറ്റേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 സെൻറ്റർ ആർച്ചും അതേമാതിരി തന്നെ 4 സെൻറ്റർ ആർച്ചും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ സിംഗിൾ പോയിന്റ് ആർച്ചസ് ആണ്. കണ്ടോ, സിംഗിൾ പോയിന്റ് ആർച്ചസ് ആണ്. ഇതൊക്കെ ഓരോ സിംഗിൾ പോയിന്റ് ആർച്ചാണ്. ഓക്കെ, 4 സെൻറ്റർ ആർച്ച്. കണ്ടോ,
4 സെൻറ്റർ ആർച്ച്. 4 സെൻറ്റർ ആർച്ചിൽ നമുക്ക് 1 സെൻറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റർ അല്ലെങ്കിൽ 4 സെൻറ്റർ ആർച്ച് ആണ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഏതാ നമ്മൾ ഫിഗർ കാണുന്നത് നമ്മൾ 4 സെൻറ്റർ ആർച്ചിൻ്റെ ആണ് അല്ലേ. ദിസ് ടൈപ്പ് ഓഫ് ആർച്ച് ഹാവിങ് centers which is given a good semi-elliptical shape അല്ലേ. ഒരു സെമി എലിപ്റ്റിക്കൽ ഷേപ്പാണ്. ഇറ്റ് ഹാസ് 4 സെൻറ്റർ. വെനീഷ്യൻ ആർച്ച് കംസ് അണ്ടർ ദിസ് കാറ്റഗറി. വെനീഷ്യൻ ആർച്ചിൻ്റെ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് 4 സെൻറ്റർ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, വെനീഷ്യൻ ആർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ ആർച്ച് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് 4 സെൻറ്റർ ആർച്ചിലാണ് വരാം. 1 2 3 4. ഓക്കെ, ഈ കാറ്റഗറിയിൽ വരുന്ന ആർച്ചിനാണ് നമ്മളെന്ന് പറയുന്നത് 4 സെൻറ്റർ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മൾ 3 സെൻറ്റർ ആർച്ച്. 3 സെൻറ്റർ ആർച്ചിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ഏതാണ് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റുക? ഫ്ലോറന്റൈൻ ആർച്ച്. കണ്ടോ, ഫ്ലോറന്റൈൻ ആർച്ചും ഈ 3 സെൻറ്റർ ആർച്ചിൽ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ഉള്ളത്. അപ്പോൾ ഈ പിക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പിക്ചേഴ്സ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ചു വെക്കുക. മറ്റുള്ള ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം റെഫറൻസ് ആയിട്ട് ഞാൻ അയച്ചു തരും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്ത ഈ ഭാഗങ്ങൾ നിങ്ങളെ നോട്ട്സിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, പോയിട്ട് ടെർമിനോളജി. ഓക്കെ, ടെർമിനോളജി നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ മനസ്സിലാക്കുക ഡെപ്ത് എന്താ, ഈ പോയിൻറ്റ്സ് എല്ലാം മനസ്സിലാക്കുക. അതിന് ശേഷം വൗസോയിസ് എന്താ, സെൻറ്റർ പോയിൻറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷം ആർച്ചുകൾ ബേസ്ഡ് ഓൺ ഷേപ്പുകളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഷേപ്പുകൾ ഹോഷു ആർച്ച്, ഫ്ലോറന്റൈൻ ആർച്ച്, ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, ഷേപ്പുകൾ അനുസരിച്ചിട്ടാണെന്നുള്ളത്. അപ്പോൾ ഓരോ നോട്ട്സ് എഴുതിയതിന് ശേഷം അതിൻ്റെ അടിയിൽ വ്യക്തമായിട്ട് ഈ ഷേപ്പുകൾ വരച്ച് വെക്കുക. അതിനുശേഷം അതിന് ഐസോസ്ലെറ്റ്സ് ആർച്ച്, വെനീഷ്യൻ ആർച്ച്, ഇതിനെല്ലാം നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. നോട്ട്സ് ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചെങ്കിൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് തരാം. ഓക്കെ, അപ്പോൾ ഈ 3 സെൻറ്റർ ആർച്ച്, 4 സെൻറ്റർ ആർച്ച്, അങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ എഴുതാം. ഓരോ ക്ലാസിഫിക്കേഷൻ നോട്ട്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഷേപ്പുകൾ വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ നേരിട്ടിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റ് വെക്കുമ്പോൾ അതിൽ നമുക്ക് ഡിസ്കഷൻസ് ചെയ്യാം. ഓക്കെ.